Entrance Physics 45 Spring and SHM ഇതുകൊണ്ട് ഇതിൻ്റെ ബേസിക് പോസിങ് ഇതുകൊണ്ട് തൽക്കാലം നിർത്തിയിട്ട് മറ്റു പാർട്ടിലേക്ക് കയറും. പിന്നീട് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ജനറൽ കാറ്റഗറിയിൽ വരും. ഫസ്റ്റ് വൺ, എ ആൻഡ് ബി are two spheres of equal mass m suspended from strings of equal length. A is set into vertical oscillations as a simple pendulum, while B is rotated in a horizontal circle of constant radius. See the figure. When the two make equal angle with the vertical, tension in the string of A is T1, capital T1, and that in the string of B is T2. Then, choice A, T1 equals T2. B, T1 less than T2. C, നമുക്കറിയാം T1 greater than T2. D, T1 equals to T2. ഇതാണ് തന്നിരിക്കുന്ന ഫിഗർ. എ ബി. എ ഇങ്ങനെ വെർട്ടിക്കൽ ഓസിലേഷൻസ് നടത്തുക, ഒരു സിമ്പിൾ പെൻഡുലം. ഇതിങ്ങനെ സർക്കിളിൽ കറക്കുക. അപ്പോൾ ഒരു കോണിൻ്റെ ബേസ് പോലെ വരും. കോണിക്കൽ പെൻഡുലം എന്നൊക്കെ ഇതിന് പറയും. ഈ വെർട്ടിക്കലായിട്ട് ഓസിലേറ്റ് ചെയ്യുമ്പോൾ ത്രെഡിലെ സ്ട്രിങ്ങിലെ ടെൻഷൻ T1, ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് കറക്കുമ്പോൾ ടെൻഷൻ T2. ഈ T1ഉം T2 തമ്മിലുള്ള റിലേഷനാണ് കാണേണ്ടത്. നമുക്കറിയാം ഈ ടെൻഷൻ T1 രണ്ട് കമ്പോണൻസ് ആക്കാം. ഇത് തീറ്റ എന്നിരിക്കട്ടെ. രണ്ട് കേസിൽ ഒരേ ആംഗിൾ സബ്റ്റൻഡ് ചെയ്യുമ്പോൾ ഉള്ള കേസാണ് ചോദിച്ചിരിക്കുന്നത്. തീറ്റ T1 ഇത് തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ തീറ്റയാണ്. ഇത് T1 കോസ് തീറ്റ. ഇത് സ്ഫിയറിൻ്റെ വെയിറ്റ് mg. ഇവിടെ അത് തന്നെ T2. അപ്പോൾ ഇത് T2 കോസ് തീറ്റ, ഇത് mg. ഇവിടെ തീർച്ചയായിട്ടും mg വലുത്, കാരണം ഇത് തിരിച്ചു വരണം. അപ്പോൾ T1 cos theta is less than mg. നമ്മൾ ഈ പെൻഡുലമായിട്ട് ചെയ്യുമ്പോൾ mgയെ രണ്ട് കമ്പോണൻസ് ആക്കും. ഇങ്ങോട്ട് T cos theta എന്ന് പറഞ്ഞാൽ T1 cos theta, mg cos theta, perpendicular to mg sin theta. mg cos theta, w cos theta is equal to T1, T എന്ന് അവിടെ എടുക്കുന്നത്. അപ്പോൾ നോക്കിയാൽ T എന്ന് പറഞ്ഞാൽ വെയ്റ്റിൻ്റെ കോസ് കമ്പോണൻ്റാണ് വരുന്നത്. അതല്ല, അങ്ങനെ പറയാം. ഫുൾ എം ജി അവിടെ വരുന്നില്ല. mg കോസ് തീറ്റയാണ് ടെൻഷനായിട്ട് വരുന്നത്. വെയ്റ്റിൻ്റെ കോസ് പാർട്ട്, ഫുൾ വെയ്റ്റ് വരുന്നില്ല. അത് ഇങ്ങനെ ഞാനിപ്പോൾ പറയുന്നു. T1 ടെൻഷനെ സ്പ്ലിറ്റ് ചെയ്താൽ T കോസ് തീറ്റ, T1 കോസ് തീറ്റ. T1 കോസ് തീറ്റ വിൽ ബി ലെസ് ദാൻ mg പെൻഡുലമായിട്ട് ഓസിലേറ്റ് ചെയ്യുമ്പോൾ. നേരെ മറിച്ച് ഇവിടെ ഇത് ഹൊറിസോണ്ടലായിട്ടാണ് കറങ്ങുന്നത്. ഹൊറിസോണ്ടലായിട്ട് കറങ്ങുമ്പോൾ ഒരിക്കലും ഇത് താഴോട്ട് വരുന്നില്ല. അപ്പോൾ ഈ വെയ്റ്റ് ഇവിടെ ഫുൾ വെയ്റ്റിനെ ബാലൻസ് ചെയ്യുന്നത് ഈ T2 കോസ് തീറ്റയാണ്. അപ്പോൾ ഇവിടെ T1 കോസ് തീറ്റ ഈസ് ലെസ് ദാൻ mg. ഇവിടെ T2 കോസ് തീറ്റ ഈക്വൽസ് mg. അപ്പോൾ എന്താ മനസ്സിലാവുക? T1 ഈസ് ലെസ് ദാൻ T2. So choice is B. T1 is, ഇപ്പോൾ കോണിക്കൽ പെൻഡുലമായിട്ട് ഇങ്ങനെ കറക്കുമ്പോഴാണ് ടെൻഷൻ കൂടുതൽ ആവശ്യം സ്ട്രിങ്ങിൽ. ഇത് പല രീതിയിൽ ചോദിക്കാം. Another one. Two identical blocks A and B are connected by a spring. The spring is so compressed that block A is tightly pressed against
a rigid wall, and B is held in its position by a stop S as shown in the figure. The stop is removed. Then A. The spring blocks system is detached from the wall and move to the right with a constant acceleration. B. The system is detached from the wall, but the blocks execute vibrations about a fixed point in the spring at rest. C. The system moves away from the wall with constant acceleration, keeping the blocks in vibrations. D. The system moves away from the wall with uniform velocity while the blocks vibrate. ഇതാ സംഭവം. ഇതൊരു റിജിഡ് വോള്, എയും ബിയും രണ്ട് ബ്ലോക്കുകൾ. ഈ ബ്ലോക്കിനെ ഇങ്ങോട്ട് പ്രസ് ചെയ്ത് പിടിച്ചിരിക്കുക ഈ സ്റ്റോപ്പ് ഉപയോഗിച്ച്. എന്നിട്ട് അവിടെ റെസ്റ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഈ എ എന്ന് പറയുന്ന ബ്ലോക്ക് ഈ വോളിനെ ശക്തമായിട്ട് പ്രസ് ചെയ്തിട്ടുണ്ട്. ഈ ചോദിച്ചിരിക്കുന്നത് ഈ സ്റ്റോപ്പ് എടുത്ത് അങ്ങ് മാറ്റുക. സ്റ്റോപ്പ് എടുത്ത് മാറ്റിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഈ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതാ ശരിയെന്നുള്ള. ഒക്കെ ഇതിപ്പോൾ സ്റ്റോപ്പ് കൊണ്ട് ഇതിനെ ഇങ്ങനെ പിടിച്ചു നിർത്തുമ്പോൾ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ്. സ്റ്റോപ്പ് എടുത്തിഞ്ഞ് മാറ്റുമ്പോൾ നമ്മൾ ആ ഇക്വിലിബ്രിയത്തിലെ ഒരു ഫോഴ്സിനെ ഇഞ്ഞ് പിൻവലിക്കുക. ഒരു ഗ്രൂപ്പ് ഓഫ് ഫോഴ്സസ് ഒരു സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുമ്പോൾ അനക്കമില്ല, ഇക്വിലിബ്രിയത്തിലാണ് എന്നിരിക്കട്ടെ. അപ്പോൾ എല്ലാ ഫോഴ്സും അതിനകത്ത് അതിൻ്റെ റോള് വഹിക്കുന്നുണ്ട്. അതിലൊരു ഫോഴ്സ് ഇഞ്ഞ് പിൻവലിച്ചാൽ ഇക്വിലിബ്രിയം അപ്സെറ്റ് ആവും. ആ പിൻവലിക്കുന്ന ഫോഴ്സ് ഏതാണോ അതിന് തുല്യ മാഗ്നിറ്റ്യൂഡും ഓപ്പോസിറ്റ് ഡയറക്ഷനും ആയിരിക്കും ബാക്കിയുള്ളതിൻ്റെ റിസൾട്ടൻ്റ്. ഇത് ഞാൻ പല പോസ്റ്റിങ് പറഞ്ഞിട്ടുണ്ട്, ഇനിയും വരും. നമ്മൾ ആ സ്റ്റാറ്റിക്സും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ ഞാനൊന്നുകൂടെ പറയുന്നത്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഇക്വിലിബ്രിയം ഫോഴ്സസ് ഇന്ന് ഒരെണ്ണം പിൻവലിച്ചാൽ ബാക്കിയുള്ള ഫോഴ്സസിൻ്റെ റിസൾട്ടൻ്റ് ഈ പിൻവലിച്ച ഫോഴ്സിൻ്റെ തുല്യ മാഗ്നിറ്റ്യൂഡും ഓപ്പോസിറ്റ് ഡയറക്ഷനിലുമാണ്. അപ്പോൾ ഈ സ്റ്റോപ്പിങ് മാറ്റുമ്പോൾ നമ്മൾ ഒരു ഫോഴ്സ് ഇതിനെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന ഫോഴ്സ് ഇഞ്ഞ് പിൻവലിക്കുക. അപ്പോൾ സിസ്റ്റത്തിൽ നേരെ ഓപ്പോസിറ്റിലൊരു ഫോഴ്സ് കിട്ടും. അത് ഈ ഭിത്തിയുടെ റിയാക്ഷൻ എല്ലാം കൂടെ അതിനകത്ത് രംഗത്ത് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ പിൻവലിക്കുന്ന ഫോഴ്സ് നോക്കിയാൽ മതി. റൈറ്റ് സൈഡിലോട്ട് ഒരു ഫോഴ്സ് ഇതിന് കിട്ടുക, സ്പ്രിംഗ് ബ്ലോക്ക് സിസ്റ്റത്തിന് കിട്ടുക. പക്ഷേ ആ ഫോഴ്സ് അല്പം നേരത്തേക്കേ ഉള്ളൂ കിട്ടുന്നുള്ളൂ. ആ കിട്ടുന്ന സമയത്ത് ഇതിനൊരു ആക്സലറേഷൻ ഉണ്ടാകും. റെസ്റ്റിലിരിക്കാതിരുന്ന പെട്ടെന്ന് ഇത് മൂവ്മെൻറ്റിലോട്ട് മാറും, മൂവ് ചെയ്യാൻ തുടങ്ങും. പിന്നെ ആക്സലറേഷൻ ഒന്നുമില്ല, ഫോഴ്സ് ഇല്ലല്ലോ. പിന്നെ ഫോഴ്സ് ഇല്ല. ആ ഇനിഷ്യൽ ആയിട്ട് ഫോഴ്സ് കിട്ടി, അതപ്പോൾ തന്നെ അപ്രത്യക്ഷമായി. ബോൾ ഭിത്തിയിൽ നിന്നും വേർപെട്ടു, അപ്രത്യക്ഷമായി. പിന്നെ ഫോഴ്സൊന്നുമില്ല. അതുകൊണ്ട് പക്ഷേ ആ ഇനിഷ്യൽ ആക്സിലറേഷൻ ഉപയോഗിച്ചാണ് ഇത് മോഷനിലോട്ട് വന്നത്. റെസ്റ്റിലായിരുന്ന ഈ സ്പ്രിംഗ് ബ്ലോക്ക് സിസ്റ്റം മോഷനിലായത് ആ ഇനിഷ്യൽ ഫോഴ്സ് കൊണ്ടാണ്. പിന്നീട് ഇത് ഫോഴ്സിൻ്റെ അഭാവത്തിൽ ആ സ്പീഡപ്പോൾ കിട്ടിയ വെലോസിറ്റി ഏതോ ആ വെലോസിറ്റിയിൽ റൈറ്റിലേക്ക് മൂവ് ചെയ്യും സിസ്റ്റം മൊത്തത്തോടെ. അല്ലെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്നും പറയാം. സിസ്റ്റം മൊത്തത്തോടെ എന്ന് പറയുന്നതിന് പകരം ഇവിടെ ഇപ്പോൾ അതേ പറഞ്ഞിട്ടുള്ളൂ. അതല്ലേ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദി സ്പ്രിംഗ് ലോഡ് സിസ്റ്റം, അത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി റൈറ്റിലേക്ക് മൂവ് ചെയ്യും. പക്ഷേ ആ സമയത്ത് സ്പ്രിങ്ങിൻ്റെ ഡിഫോർമേഷൻ ഒരിക്കൽ നടന്നതുകൊണ്ട് എയും ബിയും വൈബ്രേഷൻസ് നടത്തിക്കൊണ്ടിരിക്കും. ഇനർഷ്യ മൂലം
സ്പ്രിങ് കംപ്രസ്ഡ് ആയിരുന്ന സ്പ്രിങ് പെട്ടെന്ന് എക്സ്റ്റെൻഡ് ആയി, ആവശ്യത്തിൽ കൂടുതൽ എക്സ്റ്റെൻഡ് ആവും. അപ്പോൾ ഇനേർഷ്യ മൂലം, ബ്ലോക്കിൻ്റെ ഇനേർഷ്യ മൂലം അപ്പോൾ തിരിച്ച് വീണ്ടും ഇത് കംപ്രസ് ആവുക. കംപ്രഷൻ എക്സ്റ്റൻഷൻ ഇതിങ്ങനെ മാറി മാറി നടന്നുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ ബ്ലോക്സ് വൈബ്രേറ്റ് ചെയ്യും. സ്പ്രിംഗ് ബ്ലോക്ക് സിസ്റ്റം മൊത്തത്തോടെ ഒരു യൂണിഫോം വെലോസിറ്റി റൈറ്റിലോട്ട് മൂവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ചോയ്സ് ഇവിടെ ഡി. The system moves away from the wall with uniform velocity while the blocks vibrate. അതാണ് ഇവിടുത്തെ ആൻസർ. ഇനി ഇതൊരു ഹെമിസ്ഫെറിക്കൽ വെസലാണ്. അതിൽ ഒരു ചെറിയ സ്ഫിയർ, എക്സ്ട്രീംലി സ്മോൾ സ്ഫിയർ, ഇതിൻ്റെ റേഡിയസിനെ അപേക്ഷിച്ച് ഇതിൻ്റെ റേഡിയസ് വളരെ കുറവ്. അങ്ങനെ ഒരു സ്ഫിയർ ഇതിലോട്ട് റിലീസ് ചെയ്താൽ ഇത് കിടന്ന് ഇങ്ങനെ സിമ്പിൾ ഹാർമോണിക് മോഷൻ നടത്തും. ഈ ചെറിയ സ്ഫിയർ അതിൻ്റെ പീരീഡ് ടി ഈക്വൽസ് 2π√r/g. പെൻഡുലത്തിൻ്റെ അതേ ഫോമാണ് √L/g. അവിടെ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ലെങ്തിന് പകരം ഇവിടെ ഈ ഹെമിസ്ഫെറിക്കൽ വെസലിൻ്റെ റേഡിയസ് ഇടണം എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഇത്രയും ലെങ്തുള്ള ഒരു പെൻഡുലം ഓസിലേറ്റ് ചെയ്യുമ്പം കിട്ടുന്ന പീരീഡ് തന്നെ ഇവിടെയും കിട്ടുന്നത്. അപ്പോൾ ടി ഈക്വൽ 2π√r/g, where r is the radius of the hemispherical vessel. മറ്റൊന്ന്, എർത്തിൻ്റെ സെൻട്രിൽ കൂടെ ഒരു ടണൽ, എർത്തിൻ്റെ പോളിൽ നിന്നും പോൾസ് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ടണൽ ഡ്രില്ല് ചെയ്യുന്നു. സങ്കല്പത്തിലേതൊക്കെ ഇവിടുന്ന് ഒരു മാസ് റിലീസ് ചെയ്താൽ ഇത് എർത്തിൻ്റെ സെൻറ്ററിനെ ബേസ് ചെയ്ത് ഇങ്ങനെ വൈബ്രേഷൻ നടത്തും, സിമ്പിൾ ഹാർമോണിക് വൈബ്രേഷൻസ് നടത്തും. ഇതിപ്പോൾ ഈ ടണൽ സെൻറ്ററിൽ കൂടെ തന്നെ വേണമെന്നില്ല, ഇങ്ങോട്ട് മാറി എവിടെ ആയാലും ഇത് സംഭവം ഒന്ന് തന്നെ. പീരീഡ് ടി ഈക്വൽസ് ഏത് കേസിന് 2π√ ഇവിടെയും r/g, where r is radius of earth. എനിക്ക് ഇതെല്ലാം സിമിലാരിറ്റി ഉണ്ട് റിലേഷൻസിന്. ചോദ്യം കേട്ടുകൊണ്ട് വരേണ്ട കാര്യമില്ല. 2π√L/g സിമ്പിൾ പെൻഡുലത്തിൻ്റെ അതേ ഫോർമുല തന്നെ ഇവിടെ എല്ലാം വരുന്നത്. എല്ലിന് പകരം റേഡിയസ് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത പോയിൻ്റ്, സിമ്പിൾ പെൻഡുലത്തിൻ്റെ പീരീഡിൻ്റെ ചേഞ്ച് നമുക്കറിയാം. ടി ഈക്വൽ 2π√L/g. ലോഗരിതം എടുക്കണം. അപ്പോൾ ലോഗ് ടി നാച്ചുറൽ ലോഗരിതമാണ് ln. ലോഗ് ടി ഈക്വൽസ് ലോഗ് 2π പ്ലസ് റൂട്ട് എന്ന് പറയുമ്പോൾ L⁻²/g⁻². അപ്പോൾ ലോഗ് L⁻² എന്ന് പറയുമ്പോൾ ½ ഇൻറ്റു ലോഗ് L മൈനസ് a/b മൈനസ് ഇത് റൂട്ടിനകത്താണ് ½ ലോഗ് g. ഇതിൻ്റെ ഡിഫറൻഷ്യൽ എടുക്കണം. ലോഗ് ടിയുടെ ഡിഫറൻഷ്യൽ 1/t ഇൻറ്റു dt. ലോഗ് എക്സിൻ്റെ ഡിഫറൻഷ്യൽ കോയഫിഷ്യൻ്റ് 1/x. അപ്പോൾ ഡിഫറൻഷ്യൽ പറയുമ്പോൾ 1/x ഇൻറ്റു dx അല്ല dx/x. അപ്പോൾ ലോഗ് ടിയുടെ ഡിഫറൻഷ്യൽ dt/t. ലോഗ് 2π കോൺസ്റ്റൻ്റാണ്. ഇപ്പോൾ 0 ഡിഫറൻഷ്യൽ 0. ഇവിടെ ½ ഇൻറ്റു ലോഗ് L. ലോഗ് L എന്ന് പറയുമ്പോൾ dl/L, ½ ഇൻറ്റു dl/L മൈനസ് ½ ഇൻറ്റു dg/g. ഇപ്പോൾ ചുരുക്കത്തിൽ ഈ ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ dt/t ഈക്വൽസ് ½ dl/L മൈനസ് ½ dg/g. ഈ ഫോർമുല ഓർത്തിരുന്നു കൊള്ളുക. ഇവിടെ ഫോർ എക്സാമ്പിൾ ലെങ്ത് ഈസ് ഡിക്രീസ്ഡ് ബൈ 2% എന്ന് പറയുന്നെന്നിരിക്കും ചോദ്യത്തിൽ. എങ്കിൽ പീരീഡിൻ്റെ ചേഞ്ച് എത്ര എന്ന് ചോദിക്കാം. അപ്പോൾ പീരീഡ് ലെങ്ത് ഈസ് ഡിക്രീസ്ഡ് ബൈ 1%, 2% എന്ന് പറഞ്ഞാൽ dl/L ഇൻറ്റു 100 മൈനസ് 2. ഡിക്രീസ് എന്ന് പറയുമ്പോൾ ഫ്രാക്ഷണൽ ചേഞ്ച് പെർസെൻറ്റേജ് ചേഞ്ച് മൈനസ് കൊടുക്കണം. അപ്പോൾ
ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് DL/L × 100 -2. ഇൻക്രീസ് എന്നാണ് പറയുന്നതെങ്കിൽ +2, ഡിക്രീസ് ആണ് -2. അപ്പോൾ ജിയുടെ വാല്യൂ ചേഞ്ച് നമ്മൾ എടുക്കണ്ട. അപ്പോൾ DT/T 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതെല്ലാം പെർസെൻറ്റേജ് ആകും. DT/T × 100 ഈക്വൽസ് ½ × DL/L. DL/L is minus into 100 is -2. That is -1%. മൈനസ് വന്നുകൊണ്ട് ഡിക്രീസ് വന്നത്. അപ്പോൾ പീരീഡ് ഈസ് ഡിക്രീസ്ഡ് ബൈ 1% എന്ന ആൻസർ കിട്ടും. ജി ഈസ് ഡിക്രീസ്ഡ് ബൈ 2% എന്നാണ് ചോദിക്കുന്നതെന്ന് ഇരിക്കട്ടെ. ജി ആക്സിലറേഷൻ. അപ്പോൾ ഇതങ്ങ് വിട്ടേക്കണം. അപ്പോൾ DT/T ഈക്വൽസ് -½ × DG/G. അല്ല പെർസെൻ്റ് ആകുമ്പോൾ DT/T × 100 ഈക്വൽസ് -½ × DG/G × 100. ഇവിടെ DG/G × 100 ഡിക്രീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ -2%, ഡിക്രീസ് ബൈ 2%. Therefore DT/T × 100 ഈക്വൽസ് -½ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഈ മൈനസ് ഇൻറ്റു DG/G × 100 അത് -2 ഇവിടെ. അപ്പോൾ രണ്ട് മൈനസും കൂടെ ചേർന്ന് പ്ലസ് ആകും. അപ്പോൾ 1% പോസിറ്റീവാണ്. അതിൻ്റെ അർത്ഥം ഇൻക്രീസ് ചെയ്യുന്നതാണ്. സോ പീരീഡ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 1%. അതാണ് അവിടുത്തെ ആൻസർ. അപ്പോൾ ഇതുപോലുള്ള കേസുകൾ നമ്മൾ ക്വസ്റ്റിനകത്ത് ഇനി ജനറൽ ഡിസ്കഷൻ നടത്തുമ്പോൾ കയറി വരും. അന്നേരം നമുക്ക് കാണാം. സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. താങ്ക് യു.